IPL മെഗാ താരലേലത്തിന് അല്പസമയത്തിനകം ജദ്ദയിൽ തുടക്കമാകും. 14 മലയാളികൾ ഉൾപ്പെടെ 577 താരങ്ങളാണ് ലേല പട്ടികയിലുള്ളത്. ജിദ്ദ അബാദ് അൽ ജൗഹർ അരീനയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന IPL മെഗാ താരലേലം അല്പസമയത്തിനകം ഇവിടെ അരങ്ങേറുകയാണ്. ജിദ്ദയിലെ അബാദ് അൽ ജൗഹർ അരീനയിലാണ് ഇന്നും നാളെയുമായി താരലേലം നടക്കുന്നത്. സൗദിയിൽ ആദ്യമായിട്ടാണ് ഈ IPL താരലേലം നടക്കുന്നത്. നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ക്രിക്കറ്റ് ആരാധകർ ഈ പരിപാടിക്ക് സാക്ഷിയാകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ജിദ്ദയിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണത്. കാരണം നമ്മൾ TV യിൽ കൂടെ മാത്രം കണ്ടിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു ഓപ്ഷനാണ് IPL ഓപ്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് മാമാങ്കമാണ്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ ജിദ്ദയിൽ വെച്ച് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ റെസിഡൻഷ്യൽ വർഷങ്ങളോട് താമസിക്കുന്ന നമുക്ക് അത് ഒന്നൊരു വലിയ ചിലവില്ലാതെ നമുക്കത് ആ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാമെന്ന് കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. രാജസ്ഥാൻ റോയൽസിന് നല്ലൊരു ടീം സെറ്റാവുകയും അതുപോലെ തന്നെ ഇനിയും ഇത്തവണ നമ്മുടെ നാട്ടുകാരനായ സഞ്ജു സാംസൺ കപ്പ് ഉയർത്തുന്നത് കാണാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ടീമിൻ്റെ ഫാൻസ് ഓൾറെഡി ഇവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷകൾ വാനോളമാണ്. ഇൻഷാ അല്ലാ ഇതൊരു നല്ലൊരു ഇവൻ്റായി മാറട്ടെ. സൗദിയിൽ ആദ്യമായി നടക്കുന്ന IPL ഓപ്ഷൻ ക്രിക്കറ്റ് ഫാൻസ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. മലയാളികളടക്കം വളരെയധികം ഇന്ത്യക്കാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. എല്ലാ ക്ലബ്ബുകളും വലിയ പ്രതീക്ഷയിലാണുള്ളത്. ഏതായാലും ക്രിക്കറ്റിൻ്റെ IPLൻ്റെ 18ാമത്തെ സീസൺ അടുത്ത വർഷം 2025 നടക്കുമ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നാളത്തോടു കൂടി പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. മെഗാ താരലേലത്തിന്റെ എല്ലാ വിവരങ്ങളും തത്സമയം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും.